ഗാർഡനിൽ നല്ല ഭംഗി കൊടുക്കുന്ന ഒരു ചെടിയാണ് അഡീനിയം ചെടികൾ. അത് ഫുൾ ടൈം പൂക്കളുണ്ടാവും ചെയ്യും. ചെടി കാണാനും നല്ല ബോൺസായി ലുക്ക് പോലെ നല്ല ഭംഗി കൊടുക്കുന്നതാണ്. ഒരു ശുശ്രൂഷ ഇല്ലാണ്ട് നമ്മുടെ അഡീനിയം ചെടികൾ നല്ലോണം പൂക്കളും അതുപോലെ തന്നെ ബോൺസായി ലുക്കും ഉണ്ടാവും. അപ്പോൾ ഈ വർഷക്കാലത്ത് നമുക്ക് ഈ ചെടികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ലോണം പൂക്കളുണ്ടാവും ചെയ്യും. പിന്നെ വർഷക്കാലത്ത് നമ്മൾ ഷെയ്ഡിലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല. ഇതാണ് നമ്മുടെ അഡീനിയം കളക്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ നല്ല മഴ നിർത്താണ്ട് പെയ്തപ്പോൾ നമ്മളൊക്കെ ഒരു ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ചു. അപ്പോൾ വെയിൽ കിട്ടും ചെയ്യും, മഴവെള്ളം അങ്ങനെ ശക്തിയിൽ വീഴില്ല. നമ്മുടെ അഡീനിയം ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, നല്ല തിക്ക് ബോൺസായും അതുപോലെ തന്നെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ അഡീനിയം മഴക്കാലത്തൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവും. പോട്ട് എത്രയൊക്കെ ഡ്രെയിനേജ് ആയാലും നിർത്താണ്ട് മഴ പെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡിലേക്ക് വെക്കുന്നത് തന്നെയാണ്. നമ്മുടെ ഒരു ശ്രദ്ധ കുറവുകൊണ്ടാണ് അഡീനിയം ചെടികൾ കേടുവരുന്നത്. നമ്മളൊരു 7 മെയിൻ പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി, ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. ചെടിയിൽ നല്ലോണം ഡ്രെയിനേജ് വേണം, വെള്ളം തീരെ നിൽക്കരുത്. അതുപോലെ തന്നെ നല്ലോണം മണ്ണ് നല്ല ഹാർഡായതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വളം അധികം ഇടരുത്. അപ്പോൾ ചെടിയുടെ ചട്ടിയിൽ ഇതിങ്ങനെ ഇതുപോലെ ഇലകളൊക്കെ കൊഴിയും, അതൊക്കെ നമ്മൾ കൈയോടെ തന്നെ മാറ്റണം, അല്ലെങ്കിൽ ഫംഗസ് ബാധ വന്ന് നമ്മുടെ ചെടികളുടെ കോഡക്സിനൊക്കെ ചീയൽ രോഗം വരും. ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചെടീനെ മൊത്തത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം, അതായത് വേര് തണ്ട് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. വല്ല ചീയൽ രോഗമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ വെള്ളം എങ്ങാനും കെട്ടി വാർന്നു പോകാണ്ടിരിക്കുമ്പോൾ പരിസരത്തൊക്കെ കൊതുക് അങ്ങനത്തെയൊക്കെ വരും, അതൊന്നും ഇല്ലാണ്ട് നോക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മഴക്കാലം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ചെടിക്ക് നല്ല വായുസഞ്ചാരം വേണം, നല്ല വെയിലും കിട്ടണം, മഴ കുത്തനെ വീഴാൻ പാടില്ല. അതൊക്കെയാണ് നമ്മൾ ഈ മഴക്കാലത്ത് അഡീനിയം ചെടികൾക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയത്തിന് യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും.